നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന അദാലത്ത് ടോക്ക് ടു മേയർ എന്ന പരിപാടി ടൗൺ ഹാളിൽ നടന്നു. പുത്തൂർ പഞ്ചായത്തിന്റെ 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് മിനി റജി അവതരിപ്പിച്ചു. വടക്കാഞ്ചേരി MLAയുടെ ഒത്താശയോടെയാണ് CPM ഗുണ്ടാ സംഘം കോലഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NA സാബുവിനെ മർദ്ദിച്ചതെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. അഞ്ചേരി സെന്റ് മേരീസ് പള്ളിയുടെ പട്ടയം റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ പ്രീസ്റ്റ് ഇൻചാർജ് ഫാദർ പ്രകാശ് പുത്തൂരിന് നൽകി. വാർത്തകൾ വിശദമായി. തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന അദാലത്ത് ടോക്ക് ടു മേയർ എന്ന പരിപാടി ടൗൺ ഹാളിൽ നടന്നു. നാടിന്റെ വികസനത്തിനു വേണ്ടി മേയർ നിജി ജസ്റ്റിൻ സംഘടിപ്പിക്കുന്ന പരിപാടിയാണിത്. നഗരസഭയുടെ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പരാതികളിൽ അതിവേഗ പരിഹാരം ഉറപ്പാക്കാം എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഒരു ബഡ്ജറ്റായിരുന്നു അത്. ബഡ്ജറ്റിന്റെ മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരുങ്ങുന്നതിന് മുമ്പ് തന്നെ തൃശ്ശൂരിലെ പൊതുജനങ്ങളെ കണ്ട് അവരുമായി സംവദിച്ചുകൊണ്ടാണ് തൃശ്ശൂരിലെ ജനങ്ങളുടെ വികസന സ്വപ്നങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുമായി സംവദിച്ചുകൊണ്ട് തന്നെയാണ് ഈ ജനകീയ ബഡ്ജറ്റ് തയ്യാറാക്കിയത്. അങ്ങനെ ജനകീയ ബഡ്ജറ്റിന്റെ സംവാദവുമായി ഞങ്ങൾ കടന്നു വന്നപ്പോൾ എല്ലാവർക്കും ഭൂരിഭാഗം പേർക്കും തൃശ്ശൂർ നഗരസഭ ഓഫീസുമായി ബന്ധപ്പെട്ട് ഏറെ പരാതികൾ ഉള്ളതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ പരാതികളിലൊന്നും ഇടപെടുന്നില്ല, സംയോജിതമായി ഇടപെടുന്നില്ല എന്നൊരു ആശങ്കയും ആക്ഷേപവും പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്ന് മനസ്സിലായപ്പോൾ, എന്ന തിരിച്ചറിവുണ്ടായപ്പോൾ ആ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ബഡ്ജറ്റിൽ തന്നെ ടോക്ക് ടു മേയർ എന്നുള്ള ഈ ഒരു പ്രോഗ്രാം വെച്ചത്. നല്ലൊരു കൈയൊടിയോടെ എത്രയും ബഹുമാനത്തോടെ കൗൺസിലിന്റെ ആദ്യ സംരംഭമായ വാർഷിക പദ്ധതി കർമ്മദ്യുതി 2026-27 ലോഗോ പ്രകാശനം ഇവിടെ ഭംഗിയായി എല്ലാവരുടെയും സമ്മതത്തോടെയും അനുഗ്രഹത്തോടെയും നടന്നിരിക്കുന്നു. ലോഗോ പ്രകാശനം എന്നെ വിളിച്ച കോർപ്പറേഷനോട് വളരെ നന്ദിയുണ്ട്. പിന്നെ എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുള്ളൂ. വേറെ നമുക്ക് ഞാൻ കോർപ്പറേഷനിൽ ഇന്നലെ പോയില്ലായിരുന്നു. അപ്പം അമ്മേരെ ടൂർണമെന്റ് 2ാമത്തെ കൊല്ലാണ് നടക്കുന്നത്. പക്ഷെ നല്ലൊരു അനുഭവമാണ് എനിക്ക് അവിടെ കിട്ടിയത്. അത്രയും റെസ്പെക്റ്റോടെ കംപ്ലീറ്റ് കോർപ്പറേഷനിലുള്ള എല്ലാവരും അത്ര നന്നായിട്ടാണ് സംസാരിച്ചത്. അതിലൊരു കുഴപ്പമുണ്ടാവില്ല വെച്ച് നമുക്ക് നല്ല രീതിയിൽ നടത്താം. പക്ഷേ കഴിയാവുന്നതൊക്കെ എനിക്ക് ഭയങ്കര പ്രഷറാണ്. കാരണം കുറേ സംഭവം ഉണ്ട്, അത് പറഞ്ഞ കാര്യമില്ല. പിന്നെ മാഡത്തിന് സ്പോർട്സ് നന്നായിട്ട് അറിയാം. മോൻ ബാസ്കറ്റ്ബോൾ പ്ലെയറാണ്, ഞങ്ങളുടെ കൂടെ കളിക്കുന്നതാണ്. പിന്നെ ഡെപ്യൂട്ടി മേയറിന് നന്നായിട്ട് ഫുട്ബോളായാലും സ്പോർട്സായാലും അതിനുള്ള സന്തോഷം. ഞാനൊക്കെ ചെറുപ്പത്തിൽ എന്നൊക്കെ കൊണ്ട് നടന്നതാണ്. അപ്പോൾ സ്പോർട്സിനെ കുറിച്ച് നന്നായിട്ട് അറിയാനുള്ള ആൾക്കാരാണ് ഭരണസമിതി ചെയ്യുന്നത്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷം. പിന്നെ നമ്മുടെ കോർപ്പറേഷൻ സ്റ്റേഡിയം നമുക്ക് കോർപ്പറേഷനിലേക്ക് വെക്കാനുള്ള നേരം അത് വേറെ ആർക്കും കൊടുക്കാനുള്ളതല്ല. തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ വെക്കാനുള്ളതാണ്. അത് കോർപ്പറേറ്റ് സ്റ്റേഡിയം എന്നാണ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൻ്റെ പേര്. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ വെക്കാനുള്ളതാണ്. പിന്നെ കുറേ ക്യാമ്പുകൾ നടക്കുന്നുണ്ട്. 1-2 നല്ല ക്യാമ്പുകൾ നടക്കുന്നത്. കുട്ടികൾ പുറത്തു പോയി പ്രാക്ടീസ് സ്കൂളിലേക്കൊക്കെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്കും ആ ഒരു സ്റ്റേഡിയം തുറന്നു കൊടുത്താൽ തീർച്ചയായിട്ടും കുറേ കുട്ടികൾ എന്നെക്കാളും ഞാനൊക്കെ അവിടുന്ന് കളിച്ചു വളർന്നതാണ്. എനിക്ക് പറയാനുള്ളത് ആ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്ന്, ആ കോർപ്പറേറ്റ് സ്റ്റേഡിയത്തിൽ നിന്നാണ്. പുത്തൂർ പഞ്ചായത്തിന്റെ 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് മിനി റജി അവതരിപ്പിച്ചു. 2026-27 വർഷം പഞ്ചായത്തിന് ലഭ്യമാകുന്ന എല്ലാ ഫണ്ടുകളും ഉൾപ്പെടുത്തി പഞ്ചായത്തിന്റെ സമസ്ത മേഖലകളുടെയും സമ്പൂർണ്ണ വികസനമാണ് ബജറ്റ് ലക്ഷ്യമിടുന്നത്. പുത്തൂർ പഞ്ചായത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്സായ വസ്തുനികുതിയും
പുറമെ തൊഴിൽ നികുതി, ലൈസൻസ് ഫീസ്, ബിൽഡിംഗ് പെർമിറ്റ് ഫീസ്, റെഗുലറൈസേഷൻ ഫീ, പിഴപലിശ, മറ്റ് യൂസർ ചാർജുകൾ, സർക്കാരിൽ നിന്നുള്ള ജനറൽ പർപ്പസ് ഗ്രാന്റും ഉൾപ്പെടുത്തിയിട്ടുള്ള തനത് വരുമാനത്തിൽ നിന്നാണ് ജീവനക്കാരുടെ ശമ്പളം, ജനപ്രതിനിധികളുടെ ഓണറേറിയം, വൈദ്യുതി ചാർജ്, മറ്റ് ദൈനംദിന ചെലവുകൾ, വാർഷിക പദ്ധതികളിലെ തനതു ഫണ്ട് പദ്ധതികളിലെ ചെലവുകൾ എന്നിവ വഹിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി അടങ്കൽ 60% പ്രാദേശിക സർക്കാരിലൂടെയാണ് വിനിയോഗിക്കുന്നത് എന്നതിനാൽ ഇപ്രകാരം ബജറ്റ് വിഹിതമായി സംസ്ഥാന സർക്കാർ അനുവദിക്കുന്ന വികസന ഫണ്ട് SEP, കേന്ദ്ര ഫിനാൻസ് കമ്മീഷൻ ഗ്രാന്റ് ഫണ്ടുകളെയും ആശ്രയിക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫണ്ടുകളും കേന്ദ്ര, സംസ്ഥാന, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് വിഹിതവും സംയുക്ത പദ്ധതികളും രൂപീകരിച്ച് മികച്ച രീതിയിൽ ഫണ്ട് വിനിയോഗിക്കുവാൻ ബജറ്റിലൂടെ ശ്രമം നടത്തിയിട്ടുണ്ട്. സർക്കാർ, ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് ഫണ്ട്, ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ്, MLA-മാരുടെ ആസ്തി വികസന ഫണ്ട്, MP ഫണ്ട് തുടങ്ങിയവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2026-27 വർഷത്തേക്കുള്ള മുൻ ബാക്കി 9,78,37,095 രൂപ ഉൾപ്പെടെ 48,75,31,400 രൂപ വരവും 47,75,62,400 രൂപ ചിലവും 99,69,000 രൂപ നീക്കി ബാക്കിയും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. കൂടാതെ ഉൽപാദന മേഖലയ്ക്ക് 3,30,80,000 രൂപയും സേവന മേഖലയ്ക്ക് 14,81,61,000 രൂപയും പശ്ചാത്തല മേഖലയ്ക്ക് 1,24,36,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ CK തിലകൻ, TP മാധവൻ, പ്രിയങ്ക സനീഷ്, പഞ്ചായത്ത് സെക്രട്ടറി സജിത TB, പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ മുൻകാലങ്ങളിൽ പുത്തൂർ ഗ്രാമപഞ്ചായത്തിന് നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ, സാമ്പത്തികം ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്ത് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് എന്ന ഏഷ്യയിലെ തന്നെ 2ാമത്തെ പാർക്ക് നമുക്കിവിടെ വന്നിട്ടുള്ളതാണ്. ഇന്ന് നമുക്ക് ആ പാർക്കിനെ ഒരു ടൂറിസം മേഖലയായിട്ട് മാത്രമാണ് കാണാൻ സാധിക്കുന്നതെങ്കിൽ അതിൽ കൂടി നമുക്ക് വരുമാനം ഉണ്ടാക്കുന്ന രീതിയിൽ അതിൻ്റെ പാർക്കിങ് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ സംരംഭങ്ങൾ, ഇതൊക്കെ പുത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രദേശത്തെ ഉൾക്കൊള്ളുന്ന നമ്മുടേതായ ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ നമുക്ക് കിട്ടേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വേണ്ടി പ്രയത്നിക്കണം. അതുപോലെ തന്നെ അത്യാവശ്യമായും ആശ്രയിക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫണ്ടുകളും കേന്ദ്ര, സംസ്ഥാന, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് വിഹിതവും സംയുക്ത പദ്ധതികളും രൂപീകരിച്ച് മികച്ച രീതിയിൽ ഫണ്ട് വിനിയോഗിക്കാൻ ബഡ്ജറ്റിലൂടെ ശ്രമം നടത്തിയിട്ടുണ്ട്. സർക്കാർ, ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് ഫണ്ട്, ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ്, MLA-മാരുടെ ആസ്തി വികസന ഫണ്ട്, MP ഫണ്ട് തുടങ്ങിയവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2026-27 വർഷത്തേക്കുള്ള മുൻബാക്കി 9,78,37,095 രൂപ ഉൾപ്പെടെ 48,75,31,400 രൂപ വരവും 47,75,62,400 രൂപ ചെലവും പിന്നെ നമ്മൾ പ്രതീക്ഷിച്ച് വിഭാവനം ചെയ്യുന്നത് 99,69,000 രൂപ നീക്കി ബാക്കിയും പ്രതീക്ഷിച്ച വിഭാവനം ചെയ്ത ബഡ്ജറ്റാണിത്. വടക്കാഞ്ചേരി MLA-യുടെ ഒത്താശയോടെയാണ് CPM ഗുണ്ടാ സംഘം കോലഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NA സാബുവിനെ മർദ്ദിച്ചതെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. കോലഴി പഞ്ചായത്ത് ഓഫീസിൽ കയറി CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വികാസ് രാജ് പഞ്ചായത്ത് പ്രസിഡന്റിനെ മർദ്ദിച്ചതിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ശക്തമായി അപലപിച്ചു. സമാനമാണ് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള വനിതാ അംഗങ്ങൾക്കു നേരെ വികാസ് രാജും സംഘവും ചേർന്ന് നടത്തിയ അതിക്രമം. ഒരു ജനപ്രതിനിധിയെ, അതും പഞ്ചായത്ത് പ്രസിഡന്റിനെ, പഞ്ചായത്ത് ഓഫീസിൽ അതിക്രമിച്ചു കയറി മർദ്ദിച്ചത് കാടത്തമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെയും സംസ്ഥാന ഭരണം വിട്ടൊഴിയുന്നതിന്റെ വിഭ്രാന്തിയിലുമാണ് CPM അക്രമങ്ങൾ നടത്തുന്നത്. മാസങ്ങൾക്കകം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ അക്രമി സംഘത്തെ കേരള ജനത പുറന്തള്ളും. സാബുവിനെ മർദ്ദിച്ചവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നും അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ആവശ്യപ്പെട്ടു.
പീച്ചി ഡാമിൽ നിന്നും തൃശൂർ നഗരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പൈപ്പ് ലൈനുകളുടെ അറ്റകുറ്റപ്പണികൾ വൈകുമെന്ന് അധികൃതർ അറിയിച്ചു. മണ്ണുത്തി പൈപ്പ് ലൈൻ റോഡിലാണ് ആഴ്ചകളായി അറ്റകുറ്റപ്പണികൾ നടക്കുന്നത്. പൈപ്പ് ലൈൻ റോഡിലുള്ള ജലവിതരണ കുഴലിന്റെ ജോയിന്റ് പൊട്ടിയതാണ് ജലവിതരണം മുടങ്ങാൻ കാരണം. അത് പൂർവ്വസ്ഥിതിയിലാക്കാൻ അടിയന്തരമായി ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ട അവസ്ഥയിലാണ്. പൈപ്പ് ലൈനിന്റെ അറ്റകുറ്റപ്പണികൾ തീരാൻ ഇനിയും ദിവസങ്ങൾ എടുക്കുമെന്ന് കരാറുകാർ അറിയിച്ചു. കംപ്ലീറ്റ് വെൽഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് താമസം വരും. കാരണം ഒരു വെൽഡ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഏതാണ്ട് ഒരു ദിവസത്തോളം വരും. അങ്ങനെ ഇതെല്ലാം ബെൻഡ് കൊടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പിന്നെ അല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. മറ്റേ നമുക്ക് DA പൈപ്പ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പണി തീരും. ഇത് എന്തായാലും ഈ ഒരു ബെൻഡ് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് റോഡ് മൂടാൻ പറ്റും. പിന്നെ അങ്ങോട്ടുള്ള സൈഡുണ്ട്, വാഹനങ്ങൾക്ക് പോകുന്നതിനൊന്നും കുഴപ്പമില്ല. ഒരാഴ്ചത്തോളം ഈ പണി ഉണ്ടാവും. പ്രശ്നപരിഹാരത്തിനായി സമീപിച്ച പൂജാരിയുടെ വീട്ടിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ പ്രതിയായ യുവതി റിമാൻഡിലേക്ക്. പൂജാരിയായ മറ്റത്തൂർ വില്ലേജ് മൂലംകുടം സ്വദേശി അജേഷ് എന്നയാളുടെ വീട്ടിൽ പ്രശ്നപരിഹാരത്തിനായി എത്തി പൂജാരിയുടെ ഭാര്യയുടെ 12 പവനോളം സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ കൊടകര പറക്കാട്ടുകര സ്വദേശിനി മണ്ണാമ്പറമ്പിൽ വീട്ടിൽ 26 വയസ്സുള്ള സൂര്യയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. പൂജാരിയുടെ വീട്ടിലെ കിടപ്പുമുറിയുടെ അലമാരക്കുള്ളിൽ ബാഗിൽ സൂക്ഷിച്ചിരുന്ന 12 പവനോളം തൂക്കം വരുന്ന ഏകദേശം 12 ലക്ഷത്തിലധികം വില വരുന്നതുമായ സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയത്. യുവതി പ്രശ്നപരിഹാരത്തിനായി ഇടയ്ക്കിടെ പൂജാരിയുടെ വീട്ടിൽ വരാറുണ്ട്. ഈ പരിചയം മുതലാക്കിയാണ് പൂജാരി അടുക്കളയിലേക്ക് മാറിയ സമയത്ത് പ്രതി തന്ത്രപൂർവ്വം അലമാരയിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ കൈവശപ്പെടുത്തിയത്. ഒരിടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്.
കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകളിലേക്ക്. മുൻ കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാറിന്റെ വികസന ഫണ്ട് വഴി നിർമ്മിച്ച ഒല്ലൂക്കര കൃഷിഭവൻ മന്ദിരത്തിന്റെ ഉദ്ഘാടനം മാർച്ച് 6 രാവിലെ 9:30 റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിക്കും. MLA പി ബാലചന്ദ്രൻ അധ്യക്ഷത വഹിക്കും. കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ മുഖ്യാതിഥിയായിരിക്കും. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും പാടശേഖര സമിതി ഭാരവാഹികളും കർഷകരും ചടങ്ങിൽ പങ്കെടുക്കും. 2020-21 കാലഘട്ടത്തിൽ VS സുനിൽകുമാർ സർ കൃഷിമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഒല്ലൂക്കര മാതൃകാ കൃഷിഭവൻ കെട്ടിടമാണ് നമ്മൾ ഉദ്ഘാടനത്തിനായിട്ട് തയ്യാറായിട്ടുള്ളത്. ഇത് 6/3/2026 വെള്ളിയാഴ്ച രാവിലെ 9:30 ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ അവർ ഉദ്ഘാടനം ചെയ്യുന്നു. ചടങ്ങിന് നമ്മുടെ തൃശ്ശൂർ MLA ബഹുമാനപ്പെട്ട പി ബാലചന്ദ്രൻ അവർകളാണ് അധ്യക്ഷത വഹിക്കുന്നത്. ചടങ്ങിൽ നമ്മുടെ ആരാധ്യത്തിന് മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, അതുപോലെ തന്നെ മുഖ്യാതിഥികളായിട്ട് മറ്റ് വിശിഷ്ടാതിഥികളും പങ്കെടുക്കുന്നുണ്ട്. ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ചിട്ട് വല്ല പരിപാടികൾ, സ്റ്റോളുകൾ അങ്ങനത്തെ വല്ലതും? ഉദ്ഘാടനത്തിനോട് നമുക്ക് ബന്ധപ്പെടുത്തി നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ഇല്ല. നമുക്ക് ഇക്കോ ഷോപ്പ് ഉണ്ട്. ഇക്കോ ഷോപ്പ് അന്ന് പ്രവർത്തിക്കുന്നതാണ്. പിന്നെ സാധാരണ കൃഷിഭവൻ കെട്ടിടം മാറ്റുന്ന ചടങ്ങ് മാത്രം തന്നെ. പിന്നെ പ്ലാൻ ആൻഡ് ക്ലിനിക്ക് നമ്മൾ ഇതിനുള്ളിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ റെഡിയാക്കിയിട്ടുണ്ട്. ചെടികളൊക്കെ വാങ്ങുന്നതിൻ്റെ ഒരു വില? ചെടികളൊക്കെ നമ്മൾ കൊടുക്കുമല്ലോ കൃഷിഭവൻ, അങ്ങനെ അതിൻ്റെ വിലക്കുറവ് അങ്ങനെ വല്ലതും ഇല്ല? അങ്ങനത്തെ നമ്മളെ സാധാരണ കൃഷിഭവൻ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതികളാണ് കൃഷിഭവൻ. പിന്നെ ഒരു മാതൃകാ കൃഷിഭവൻ എന്ന് പറയുമ്പോൾ അതിലുൾപ്പെടുത്തിയിട്ട് നമ്മൾ എക്കോ ഷോപ്പ്, പിന്നെ അതുപോലെ തന്നെ ഒരു സ്റ്റോർ റൂം, വിളാരോഗ്യ കേന്ദ്രം, സെമിനാർ ഹാള് മുതലായവയാണ് നമ്മുടെ കൃഷിഭവൻ. പിന്നെ കൃഷിഭവൻ്റെ ഇപ്പോൾ ഉദ്ഘാടന സെഷനുമായിട്ട് ബന്ധപ്പെട്ട് സെമിനാറുകളില്ല. അയൽക്കാരനെ കൈക്കോട്ടുകൊണ്ട് തലയിൽ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിക്ക് 5 വർഷം തടവും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ച് കോടതി. നെന്മണിക്കര വില്ലേജ് പാഴായി ദേശത്ത് എലുവത്തിങ്കൽ ജോസ് എന്നയാളെ അതിർത്തി സംബന്ധമായ തർക്കത്തെ തുടർന്ന് 2015 കൈക്കോട്ടുകൊണ്ട് തലയിൽ വെട്ടി പരിക്കേൽപ്പിച്ച കേസിലാണ് നെന്മണിക്കര വില്ലേജ് പാഴായി ദേശത്ത് അന്തോണി മകൻ ചിറയത്ത് ചാക്കുണ്ണി എന്നയാളെ ഇരിങ്ങാലക്കുട അഡീഷണൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതി ജഡ്ജ് ലക്ഷ്മി കെ തമ്പി ശിക്ഷ വിധിച്ചത്. പ്രതിക്ക് 3 വർഷം തടവും 10,000 രൂപ പിഴയും കൂടാതെ 3 മാസം തടവും ശിക്ഷ ഒരുമിച്ച് അനുഭവിക്കാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷവും 2 മാസവും അധിക തടവ് ശിക്ഷ അനുഭവിക്കണം. ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റും പുത്തൂർ പഞ്ചായത്ത് ചൈൽഡ് വെൽഫെയർ പ്രൊട്ടക്ഷൻ കമ്മിറ്റിയും സംയുക്തമായി അർദ്ധദിന ശില്പശാല സംഘടിപ്പിച്ചു. പുത്തൂർ സെന്റ് തോമസ് പള്ളി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ സ്ത്രീകളും കുട്ടികളും നേരിടുന്ന അതിക്രമങ്ങൾ തടയുന്നതിനും ഏതെങ്കിലും രീതിയിലുള്ള അതിക്രമങ്ങൾ നേരിട്ടാൽ അതിനെ എങ്ങനെ നേരിടണമെന്നും ആവശ്യമായ നിയമ നടപടികൾ എന്തെല്ലാമെന്നും രക്ഷിതാക്കളെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി റെജി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പുത്തൂർ ഗവൺമെന്റ് LP സ്കൂൾ പ്രധാനാധ്യാപിക റിംസി ജോസ്, ICDS സൂപ്പർവൈസർ സുസ്മി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഉത്തരവാദിത്വത്തോടെയുള്ള രക്ഷാകർതൃത്വം എന്ന വിഷയത്തിൽ ബീന PV, ആദിൽ എന്നിവർ ക്ലാസ് എടുത്തു. അവിടെ കൂടിയ കമ്മിറ്റിയിലെ അംഗങ്ങൾ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞ് നമുക്ക് മാതാപിതാക്കളെ കൂടി ചേർത്തുകൊണ്ട് ക്ലാസ് വെക്കണമെന്ന് പറഞ്ഞതിനെ വിളിച്ചതിലാണ് ഇന്ന് നമ്മളിവിടെ ക്ലാസ് സംഘടിപ്പിച്ചത്. എന്തിനാണ് ഇത് സംഘടിപ്പിച്ചതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, കുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്ക് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നിയമപരമായി നമുക്കത് എങ്ങനെ നേരിടാം, എന്തൊക്കെയാണ് അതിക്രമങ്ങൾ ഉണ്ടാകുന്നത്, അത് നമുക്ക് എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചാണ് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത്.
ഇല്ലാതാക്കുന്ന രീതിയിലാണ് ഇന്ന് കുഞ്ഞുങ്ങളെ ഓരോ രീതിയിൽ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് ഏതൊക്കെ രീതിയിലായിരുന്നു, അതായത് നമ്മൾക്ക് കുട്ടികളെ ചൂഷണം ചെയ്യപ്പെടുന്ന രീതികൾ തന്നെ വളരെയധികം വ്യത്യസ്തമായിട്ടാണ്. ഇപ്പോൾ ലഹരിയിലൂടെ അതിനേക്കാളുപരി നമുക്കറിയാം ഇന്ന് 3 വയസ്സ് അല്ലെങ്കിൽ 3 മാസം അത്രയും കുഞ്ഞു പ്രായത്തിൽ മുതൽ എത്രയോ പ്രായമുള്ള നമ്മുടെ സ്ത്രീകളായിട്ടുള്ള അമ്മമാരെ വരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് എങ്ങനെ തടയാം, അല്ലെങ്കിൽ അതിന് നമ്മൾ എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി തരാനാണ് നമ്മുടെ ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി വിളിച്ചു ചേർന്നിട്ടുള്ളത്. കുട്ടനല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം മഹോത്സവം വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ചരിത്രപ്രസിദ്ധമായ കുട്ടനല്ലൂർ ഭഗവതിയുടെ പൂരം മാർച്ച് 3 ആഘോഷിച്ചു. രാവിലെ മുതൽ ക്ഷേത്രത്തിൽ നടത്തിയ ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അണിമംഗലം വല്ലഭൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് സോപാന സംഗീതം, ഉച്ചയ്ക്ക് 2 ആറാട്ടിന് എഴുന്നള്ളിപ്പ്, പാണ്ടിമേളത്തോടെയുള്ള പകൽപൂരം, രാത്രി 7 പഞ്ചവാദ്യത്തോടെ പനങ്ങാട്ടുകര ശാസ്താവിന്റെ എഴുന്നള്ളിപ്പ്, പാണ്ടിമേളത്തോടെ ബീബിൽ ശാസ്താവിന്റെയും ചേമ്പൂർ ശാസ്താവിന്റെയും എഴുന്നള്ളിപ്പ്, പുലർച്ചെ 3 പ്രസിദ്ധമായ കുട്ടനല്ലൂർ പഞ്ചാരിമേളം എന്നിവ നടന്നു. ഉത്സവ ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭരണസമിതി അംഗങ്ങൾ, പൂരാഘോഷ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടവേള. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി, കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി.
+2 വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് മാർച്ച് 31 മുതൽ നീറ്റ് പരീക്ഷയുടെയും BSc നഴ്സിംഗ് കർണാടക പരീക്ഷയുടെയും എൻട്രൻസ് കോച്ചിംഗ് തികച്ചും സൗജന്യമായി നൽകുന്നു. കർണാടകയിലെ നവോദയ മെഡിക്കൽ കോളേജും തൃശൂരിലെ ലോഗോസ് അക്കാദമിയും സംയുക്തമായാണ് സൗജന്യ എൻട്രൻസ് പരിശീലനം നൽകുന്നത്. ഈ അവസരം പാഴാക്കാതിരിക്കാൻ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. ലോഗോസ് അക്കാദമി, ടെമ്പിൾ സ്ക്വയർ ബിൽഡിംഗ്, AR മേനോൻ റോഡ്, നായ്ക്കനാൽ, തൃശൂർ. ഫോൺ 9447063440, 9447063840. വീണ്ടും വാർത്തകളിലേക്ക്. നിയമവിരുദ്ധമായി പ്രവർത്തിച്ച തഹസിൽദാർ ടി ജയശ്രീക്കും അരണാട്ടുകര വില്ലേജ് ഓഫീസർക്കുമെതിരെ താലൂക്ക് ഓഫീസിന് മുന്നിൽ അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ ജനകീയ ധർണ പ്രതിഷേധം സംഘടിപ്പിച്ചു. അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ ജനകീയ ധർണ ഉദ്ഘാടനം ചെയ്തു. എൽത്തുരുത്ത് സെന്റ് മേരീസ് ചർച്ച് വികാരി റവറൻ ഫാദർ ജോയ് കുത്തൂർ അധ്യക്ഷത വഹിച്ചു. അതിരൂപത കുടുംബ കൂട്ടായ്മ തൃശൂർ ഫൊറോന കേന്ദ്ര സമിതി കൺവീനർ അഡ്വക്കേറ്റ് ജോസഫ് മേനാശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. അധികാര ദുർവിനിയോഗത്തിലൂടെ എൽത്തുരുത്ത് സെന്റ് മേരീസ് ഇടവകയുടെ പൊസഷൻ സർട്ടിഫിക്കറ്റ് റദ്ദാക്കാൻ നിയമവിരുദ്ധമായി നിർദ്ദേശം നൽകിയ തൃശൂർ തഹസിൽദാർ ജയശ്രീ ടി, അരണാട്ടുകര വില്ലേജ് ഓഫീസർ എന്നിവരെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്ത് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് ജനകീയ ധർണ നടത്തിയത്. യുവനേതാവിൻ വാക്കും കേട്ട് എൽത്തുരുത്തിടവക ഭൂമിയുടെ കൈവശരേഖ റദ്ദാക്കി. ഒല്ലൂർ ജംഗ്ഷൻ വികസനത്തിന് വിജ്ഞാപനമായി നഷ്ടപരിഹാര തുക വിതരണം ഉടനെന്ന് മന്ത്രി കെ രാജൻ. ഒല്ലൂർ ജംഗ്ഷൻ വികസനത്തിനുള്ള സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇതോടെ വികസനത്തിനുള്ള സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾക്കായി നഷ്ടപരിഹാര തുകയുടെ വിതരണം ഉടൻ ആരംഭിക്കുമെന്ന് സ്ഥലം MLA ആയ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അറിയിച്ചു. നഷ്ടപരിഹാര തുക ഇതിനകം ഒല്ലൂർ ജംഗ്ഷൻ വികസനത്തിന് ചുമതലപ്പെടുത്തിയ LA ഡെപ്യൂട്ടി കളക്ടർക്ക് കൈമാറിയിട്ടുണ്ട്. 54,10,18,307 രൂപയാണ് സ്പെഷ്യൽ ഓഫീസറുടെ അക്കൗണ്ടിലേക്ക് ഉറപ്പാക്കിയത്. ഇത്രയും വലിയ പാക്കേജ് ഒല്ലൂർ ജംഗ്ഷൻ വികസനത്തിന്റെ ഭാഗമായി നഷ്ടം സംഭവിക്കുന്നവർക്ക് ലഭ്യമാക്കുന്നതിൽ ഏറ്റവും ഉയർന്ന തുകയാണ്. ബന്ധപ്പെട്ട രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഭൂമി വിട്ടു നൽകിയവർക്ക് നഷ്ടപരിഹാരം വിതരണം ചെയ്തു തുടങ്ങുമെന്ന് മന്ത്രി പറഞ്ഞു. വികസനത്തിന്റെ പേരിൽ കച്ചവട സ്ഥാപനങ്ങളടക്കം വിട്ടുകൊടുക്കേണ്ടി വരുന്നുണ്ട്. ഉടമയുടെ നഷ്ടം മാത്രമല്ല, അതിലെ തൊഴിൽ നഷ്ടപ്പെടുന്നവരുടെയും സർക്കാർ പുനരധിവാസ പാക്കേജിലൂടെ പരിഗണിക്കുകയാണ്. ഉടമകളും ജീവനക്കാരും ഉൾപ്പെടെ 212 പേരുടെ പട്ടികയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഒല്ലൂരിലെ എടക്കുന്നി വില്ലേജിലെ പുറമ്പോക്ക് ഉൾപ്പെടെ 85.646 വിസ്തീർണത്തിലുള്ള ഭൂമിയാണ് ജംഗ്ഷൻ വികസനത്തിനായി ഏറ്റെടുക്കുക. സംസ്ഥാന സർക്കാർ കേരളത്തിലെ 20 ജംഗ്ഷനുകൾ വികസിപ്പിക്കുന്നതിന് പദ്ധതിയിട്ടിരുന്നു. ഇതിൽ തൃശൂർ ജില്ലയ്ക്ക് അനുവദിച്ചതാണ് ഒല്ലൂർ ജംഗ്ഷൻ വികസനം. ഭൂമി ഏറ്റെടുത്ത തുകയ്ക്ക് പുറമെ റോഡ് നിർമ്മാണത്തിന് KRFB എടുത്ത എസ്റ്റിമേറ്റ് തുകയും ചേർത്ത് ഒല്ലൂർ ജംഗ്ഷൻ വികസനത്തിന് ആകെ 66,82,50,819 രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട്. ഭൂമി ഏറ്റെടുക്കലും നിർദ്ദിഷ്ട സ്ഥലങ്ങളിലെ ചമയങ്ങൾ പൊളിച്ചു നീക്കി വികസന പ്രവർത്തനങ്ങളും വേഗത്തിൽ ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. ദേശീയപാതയിൽ നിന്ന് തൃശൂർ നഗരത്തിലേക്കുള്ള പ്രധാന റോഡിലെ ഒല്ലൂർ ജംഗ്ഷൻ ഗതാഗതക്കുരുക്ക് ഉണ്ടാകുന്ന ഇടമാണ്. ജംഗ്ഷൻ വികസിക്കുന്നതോടെ ഈ ദുസ്ഥിതിക്ക് അറുതിയാകും. അഞ്ചേരി സെന്റ് മേരീസ് പള്ളിയുടെ പട്ടയം റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പ്രീസ്റ്റ് ഇൻചാർജ് ഫാദർ പ്രകാശ് പുത്തൂരിന് നൽകി. തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, ഡെപ്യൂട്ടി കളക്ടർ ജ്യോതി MC, തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര, ഒല്ലൂർ ഫൊറോന വികാരി ഫാദർ വർഗീസ് കുത്തൂർ, തഹസിൽദാർ ടി ജയശ്രീ, വില്ലേജ് ഓഫീസർ അരുൺകുമാർ, വാർഡ് കൗൺസിലർ സ്മിത അനീഷ്, അഡ്വക്കേറ്റ് റിജിത്ത് ആറ്റത്തറ, കൈക്കാരന്മാരായ ഡേവിസ് മേലടത്ത്, റോജൻ ചാലിശ്ശേരി, ഡെയ്സൺ തറയിൽ, എബിൻ ഷാബു, ടോമി നെടുമ്പറമ്പിൽ, മദർ സുപ്പീരിയർ സിസ്റ്റർ റെനീറ്റ, മുൻ പ്രീസ്റ്റ് ഇൻചാർജുമാരായിരുന്ന ഫാദർ സെബി കാഞ്ഞിരത്തിങ്കൽ, ഫാദർ പോൾ മാളിയമാവ്, ഫാദർ മേജോ മാങ്ങാട്ടിളയൻ എന്നിവർ സന്നിഹിതരായിരുന്നു.
13678 മനുഷ്യരുടെ കൈകളിലേക്ക് ഇപ്പോൾ പട്ടയം എത്തിയിട്ടുണ്ട്. സാധ്യമായ എല്ലാ ഇടപെടലും നടത്തുന്നുണ്ട്. ഞാൻ എപ്പോഴും റവന്യൂ ഉദ്യോഗസ്ഥന്മാരോട് പറയാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അത് മനുഷ്യനിർമ്മിതവുമാണ്. ചട്ടങ്ങളും നിയമങ്ങളും സാധാരണ മനുഷ്യൻ അറിയുന്നതല്ല. അതിനവനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. റവന്യൂ വകുപ്പിൽ തന്നെ ഒറ്റനോട്ടത്തിൽ 112 നിയമങ്ങളും അതിന്റെ വിവിധങ്ങളായിട്ടുള്ള ചട്ടങ്ങളും ഉണ്ട്. ചട്ടങ്ങളുടെ ഭേദഗതികളുണ്ട്. തൃശൂർ മുനിസിപ്പൽ കോടതി മുതൽ സുപ്രീം കോടതി വരെ ഓരോ ഘട്ടത്തിലും കോടതി നടത്തിയ ഇടപെടലുകളുണ്ട്. പട്ടയം അന്വേഷിച്ചു വരുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ഇതിനൊക്കെ വായിക്കാൻ എവിടെയാണ് നേരം? അവന് അർഹതപ്പെട്ടതാണെങ്കിൽ അവന്റെ കൈകളിലേക്ക് അർഹതപ്പെട്ട ഭൂമി കൈമാറാൻ വേണ്ടിയാണ് നിയമങ്ങളും ചട്ടങ്ങളും. കിടന്നിരുന്ന പീച്ചി പള്ളി, അതിന്റെ മുഖവാരൊക്കെ പണിയാൻ പറ്റാതെ ഇങ്ങനെ ശുഷ്കിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അവിടെ അതിന്റെ എല്ലാ കാര്യങ്ങളും ലഭിച്ചത് പ്രത്യേകിച്ച് നമ്മുടെ ഈ മന്ത്രിയുടെ രാജൻ സാറിന്റെ ഒരു നേതൃത്വത്തിലാണ്. ഇടയ്ക്ക് മന്ത്രി നമ്മുടെ അരമനയിൽ വരാറുണ്ട്. പിതാവിന്റെ അടുത്തിരിക്കുമ്പോൾ ഞാനും കൂടെ ഇരിക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് പിതാവ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളില് 1-2 സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ അഞ്ചേരി നമ്മുടെ ഈ വഴിയുടെ പ്രശ്നം, പള്ളി പണിയാൻ സാധിക്കാത്തതിന്റെ കാര്യങ്ങളൊക്കെ പിതാവ് പറയാറുണ്ടെന്നുള്ളത് വാസ്തവമാണ്. നേരത്തെ അച്ഛൻ പറഞ്ഞത് ശരി തന്നെയാണ്. അപ്പോൾ രാജൻ സാർ പറയാറുണ്ട്, മന്ത്രി പറയാറുണ്ട്, ഇത് എന്തായാലും എൻ്റെ കാലഘട്ടത്തിൽ ഈ പറയുന്ന വിഷമതകളൊക്കെ തീർത്തു തരാൻ പിതാവ് എന്ന് പറയുമ്പോൾ ഞാൻ അടുത്തുണ്ടായിരുന്നു. ഇതാ ഇന്ന് ആ പട്ടയം, ഈ വഴിയുടെ പ്രശ്നം ഇന്ന് തീർക്കപ്പെടുകയാണ്. ഈ അവസരത്തിൽ ഞാൻ നീട്ടുന്നില്ല, കാരണം നേരം വൈകിയിരിക്കുകയാണ്. അവിടെ താഴെ ഇരിക്കുന്ന അത്ര ആളുകൾ തന്നെ സ്റ്റേജിലും ഇരിക്കുന്നുണ്ട്. വാനനിരീക്ഷകർ കാത്തിരുന്ന പൂർണ്ണ ചന്ദ്രഗ്രഹണം നടന്നു. 2026 ആദ്യ പൂർണ്ണ ചന്ദ്രഗ്രഹണം തെളിഞ്ഞു. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ചുവപ്പ് നിറത്തിലുള്ള ചന്ദ്രൻ ആകാശത്ത് ദൃശ്യമായി. പൂർണ്ണ ചന്ദ്രഗ്രഹണ സമയത്ത് ഭൂമിയുടെ നിഴൽ ചന്ദ്രനെയും മറച്ച് സൂര്യപ്രകാശത്തിലെ ചുവപ്പ് രശ്മികൾ ചന്ദ്രോപരിതലത്തിൽ പതിക്കുന്നു. ഇതാണ് ബ്ലഡ് മൂൺ എന്ന് പറയുന്നത്. ഇന്ത്യൻ സമയം അനുസരിച്ച് 3:20 ഗ്രഹണം ആരംഭിച്ചത്. ഇന്ത്യൻ സമയം 6:48 ചന്ദ്രഗ്രഹണം അവസാനിച്ചത്. ഏകദേശം 6:20 മുതൽ ചന്ദ്രഗ്രഹണം ദൃശ്യമായി. ഇനി 2029 അടുത്ത ബ്ലഡ് മൂൺ ഉണ്ടാകുക എന്നാണ് വാനനിരീക്ഷകരുടെ കണ്ടെത്തൽ. കല്ലിടുക്കിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. പട്ടിക്കാട് ദേശീയപാത കല്ലിടുക്ക് സർവീസ് റോഡിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. 2 മിനി ലോറികളും 2 കാറുകളുമാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ന് 3:30 തൃശൂർ ഭാഗത്തേക്കുള്ള സർവീസ് റോഡിലാണ് അപകടം ഉണ്ടായത്. സർവീസ് റോഡിലൂടെ എതിർദിശയിൽ ബസ് വരുന്നത് കണ്ട് നിർത്താൻ ശ്രമിച്ച ലോറിയുടെ പിന്നിൽ മറ്റൊരു ലോറി ഇടിക്കുകയും ഇതിന് പിന്നിൽ കാറുകൾ ഇടിച്ചുമാണ് അപകടം ഉണ്ടായത്. ഇന്ത്യൻ ഓയിൽ കമ്പനിയുടെ ഗ്യാസ് സിലിണ്ടറുകൾ കൊണ്ടുപോകുന്ന ലോറികളാണ് അപകടത്തിൽപ്പെട്ടത്. ഒരു ലോറിയുടെ ക്യാബിൻ പൂർണ്ണമായും തകർന്നു. ഹൈവേ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് ISO സർട്ടിഫിക്കേഷൻ 2019 മുതൽ അംഗീകാരം പഞ്ചായത്ത് നിലനിർത്തുന്നു. സമ്പൂർണ്ണ ഗുണമേന്മ നയം പൂർണ്ണമായും നടപ്പാക്കുന്ന പഞ്ചായത്തുകൾക്കാണ് ISO സർട്ടിഫിക്കേഷൻ നൽകി വരുന്നത്. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ISO സർട്ടിഫിക്കേഷൻ നിലനിർത്തി വരുന്നുണ്ട്. പൊതുജനങ്ങൾക്കുള്ള സേവനം കൃത്യമായും സമയബന്ധിതമായും നൽകുക, കൃത്യമായി റെക്കോർഡുകൾ പരിപാലിക്കുക, മികച്ചതും ശുചിത്വമുള്ളതുമായ ഭൗതിക സാഹചര്യം തുടങ്ങിയവ മുൻനിർത്തിയാണ് ISO അംഗീകാരം ഗ്രാമപഞ്ചായത്തിന് നേടാനായത്. 2026 മുതൽ അടുത്ത 3 വർഷത്തേക്കാണ് അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. അംഗീകാരം ലഭിച്ച സാഹചര്യത്തിൽ ISO സർട്ടിഫിക്കേഷൻ ഓഡിറ്റർ പ്രേമാനന്ദ് പഞ്ചായത്ത് ഓഫീസിലെത്തി. തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ടീച്ചർ, വൈസ് പ്രസിഡന്റ് KP ചാക്കോച്ചൻ, സെക്രട്ടറി ഡോക്ടർ ബിന്ദു TN, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വിനോദ് തേനംപറമ്പിൽ, ജോളി ജോർജ്, സീന വർഗീസ്, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ, ജീവനക്കാർ എന്നിവരുടെ നേതൃത്വത്തിൽ കേക്ക് മുറിച്ച് ആഘോഷിച്ചു. ISO സർട്ടിഫിക്കേഷൻ തുടർച്ചയായി ഗ്രാമപഞ്ചായത്തിന് നിലനിർത്താൻ സാധിക്കുന്നത് ജീവനക്കാരുടെ കൃത്യതയാർന്ന പ്രവർത്തനങ്ങളും സമയം നോക്കാതെയുള്ള സേവനമാണെന്നും ഈ അംഗീകാരം അവർക്ക് അർഹതപ്പെട്ടതാണെന്നും പ്രസിഡന്റ് മിനി ടീച്ചർ പറഞ്ഞു. ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, സ്നേഹം നിറഞ്ഞ മെമ്പർമാർ, പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെ, ISO 9001 എന്ന് പറയുന്നത് സമ്പൂർണ്ണ ഗുണമേന്മ നയം നടപ്പാക്കിയിട്ടുള്ള സ്ഥാപനങ്ങൾക്കാണ് സ്വാഭാവികമായിട്ടും ഈ സർട്ടിഫിക്കേഷൻ നൽകുന്നത്. പ്രധാനമായിട്ടും ഈ സർട്ടിഫിക്കേഷനിൽ 4 കാര്യങ്ങളാണ് പരിശോധിക്കപ്പെടുന്നത്.
ഒന്ന്, ഏറ്റവും മികച്ച രീതിയിലുള്ള സർവീസ് കൊടുക്കുക. രണ്ടാമതായിട്ട് ഏറ്റവും എളുപ്പത്തിലും വേഗത്തിലും റെക്കോർഡുകൾ ലഭ്യമാവുക. മൂന്നാമതായിട്ട് ഓഫീസിന് ജീവനക്കാർക്കും ജനപ്രതിനിധികൾക്കും ആവശ്യമായിട്ടുള്ള ഭൗതിക സൗകര്യങ്ങൾ. നാലാമതായിട്ട് ഓഫീസിൻ്റെ ഹൈജീനിക്. ഈ നിലയ്ക്ക് നോക്കുമ്പോൾ നമ്മുടെ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഏറ്റവും നല്ല രീതിയിലാണ് ഈ നില കൈവരിക്കാനായിട്ട് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് സാധ്യമായിട്ടുള്ളത്. സർവീസസ് ആണെങ്കിൽ പ്രോംപ്റ്റ് ആൻഡ് ഈസി സർവീസ് ഡെലിവറിയാണ്. ഉദാഹരണത്തിന് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ, മാരേജ് രജിസ്ട്രേഷൻ, അതോടൊപ്പം തന്നെ ബിൽഡിംഗ് പെർമിറ്റ്, ലൈസൻസ് ഒക്കെ സർക്കാർ പറയുന്നതിനേക്കാൾ വേഗത്തിലും എളുപ്പത്തിലും ഇവിടെ നിന്ന് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് നമ്മുടെ പരിശോധനയിൽ നമുക്ക് കൃത്യമായിട്ടും ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. രണ്ടാമതായിട്ട് റെക്കോർഡ് മാനേജ്മെൻ്റ് ആണ്. റെക്കോർഡ് മാനേജ്മെൻറ്റ്, നല്ല റെക്കോർഡ് റൂം, അതോടൊപ്പം തന്നെ ആ റെക്കോർഡുകൾ എളുപ്പത്തിലും വേഗത്തിലും ഇവിടെ എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഓഫീസിൻ്റെ ഒരു രീതി, ഓഫീസിൻ്റെ ഒരു ഫർണിഷിങ്, ഓഫീസിൻ്റെ ഒരു ഭംഗി, ഇവിടെ എല്ലാ സ്ഥാപനങ്ങളും, ഘടക സ്ഥാപനങ്ങൾ, അതായത് അലൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം തന്നെ ഒറ്റ കുടക്കീഴിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സമ്പൂർണ്ണ ഗുണമേന്മ നയത്തിന് നൽകുന്ന ഒരു സർട്ടിഫിക്കേഷനാണ് ISO 9001. അല്ലെ, മറ്റു ചില സർട്ടിഫിക്കറ്റുകൾ ISI മുദ്രയുണ്ട്, BSI ഹാൾമാർക്കഡ് ഉണ്ട്, അതോടൊപ്പം തന്നെ FSSI. നമ്മുടെ സർവീസിന് കൊടുക്കുന്ന ഏറ്റവും മികച്ചതായിട്ടുള്ള ഒരു അംഗീകാരം ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ള ഒരു സാക്ഷ്യപത്രമാണ് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് ഇന്നു മുതൽ 3 വർഷക്കാലത്തേക്ക് നൽകുന്നത്. ഇതിനെ സഹകരിച്ച ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾ, സെക്രട്ടറിയുടെയും ജീവനക്കാരുടെയും അകമഴിഞ്ഞ ഒരു സന്നദ്ധത എല്ലാം കൂടി പരിഗണിച്ചാണ് ഈ സർട്ടിഫിക്കേഷൻ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് ലഭ്യമായിട്ടുള്ളത്. താങ്ക് യു. ബഹുമാനപ്പെട്ട പ്രേമാനന്ദ സാർ, പാണഞ്ചേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ചാക്കോച്ചൻ, സെക്രട്ടറി ഡോക്ടർ ബിന്ദു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺസായ ജോളി ജോർജ്, വിനോദ്, വാർഡ് മെമ്പർ ജോസ്, ഇവിടുത്തെ വാർഡ് മെമ്പേഴ്സ്, സ്റ്റാഫ് അംഗങ്ങളെ, ഒരു പഞ്ചായത്തിന് ISO സർട്ടിഫിക്കറ്റ് കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ശരിക്കും കൂട്ടായി നന്നായി പ്രവർത്തിച്ചാൽ മാത്രമേ അതൊരു അംഗീകാരം നമുക്ക് ലഭിക്കുകയുള്ളൂ. അത്ര പെട്ടെന്ന് ഈ ഒരു അംഗീകാരം ലഭിക്കാൻ സഹായിച്ച ഇവിടുത്തെ പ്രത്യേകിച്ച് പഞ്ചായത്ത് സ്റ്റാഫ് അംഗങ്ങൾ, സെക്രട്ടറി, ഇവരൊക്കെ അഹോരാത്രം വർക്ക് ചെയ്തിട്ട് തന്നെയാണ് അവരെല്ലാ റെക്കോർഡ്സും കീപ്പ് ചെയ്യുന്നത്. ഞങ്ങൾ കയറിയതിന് ശേഷം ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, അവർക്കൊരു മിനിറ്റ് പോലും വെറുതെ ഇരിക്കാൻ സമയമില്ല. രാവും പകലും വീട്ടിൽ പോയാലും അവർക്ക് ഈ പഞ്ചായത്തിലെ വർക്ക് തന്നെയാണ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്ര പെട്ടെന്ന് എല്ലാ റെക്കോർഡ്സും നല്ല രീതിയിൽ കീപ്പ് ചെയ്ത ഈ സ്റ്റാഫ് അംഗങ്ങളെയും സെക്രട്ടറിയും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന അദാലത്ത് ടോക്ക് ടു മേയർ എന്ന പരിപാടി ടൗൺ ഹാളിൽ നടന്നു. പുത്തൂർ പഞ്ചായത്തിന്റെ 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് മിനി റജി അവതരിപ്പിച്ചു. വടക്കാഞ്ചേരി MLAയുടെ ഒത്താശയോടെയാണ് CPM ഗുണ്ടാസംഘം കോലഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NA സാബുവിനെ മർദ്ദിച്ചതെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. അഞ്ചേരി സെന്റ് മേരീസ് പള്ളിയുടെ പട്ടയം റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ പ്രീസ്റ്റ് ഇൻചാർജ് ഫാദർ പ്രകാശ് പുത്തൂരിന് നൽകി. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.